ഹലോ. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക. എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പം നമുക്ക് കാർഡ് എടുക്കാം. ഇത് സ്റ്റാർ കാർഡാണ് കേട്ടോ ആദ്യം കിട്ടിയിരിക്കുന്നത്. ഇത് ഹൈ പ്രീസ്റ്റസ് ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. തേർഡ് കാർഡ് എടുക്കാം. 5 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഈ റിലേഷനിൽ അദ്ദേഹം വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് തിങ്ക് ചെയ്യുന്നത്. നിങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് വിശ്വാസമുണ്ട്. നിങ്ങളെ അദ്ദേഹം ഒരു സോൾമേറ്റ് ആയിട്ട് ആണ് കാണുന്നത്. നിങ്ങളോട് അദ്ദേഹത്തിന് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ല, മറിച്ച് ഡീപ്പായിട്ട് ഒരു അർത്ഥമുള്ളൊരു മീനിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ടാണ് ഈ കണക്ഷൻ അദ്ദേഹം കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ കുറേ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. അതെല്ലാം ഹീൽ ചെയ്ത് പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിലേഷൻ ഫ്യൂച്ചറിൽ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ നിങ്ങളുടെ ഇന്നർ വോയിസ് പറയുന്നത് ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ തമ്മിൽ വാക്കുകൊണ്ടല്ല, ഹൃദയങ്ങൾ തമ്മിലാണ് നിങ്ങളുടെ കണക്ഷനുള്ളത്. ഡീപ്പായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ നിങ്ങളോട് അദ്ദേഹം ഇമോഷൻസ് മറച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് നിങ്ങളോട് ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ റിലേഷനിൽ അദ്ദേഹം ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് ആ പേഴ്സണ് ഫീൽ ചെയ്യുന്നു. ഈ സമയത്ത് ആ പേഴ്സൺ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. നിങ്ങൾ ആ പേഴ്സണെ പ്രാക്ടിക്കൽ ലൈഫിലും ഇമോഷണൽ ലൈഫിലും ഉപേക്ഷിച്ച് കളഞ്ഞതായിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതൊക്കെ ഓർത്ത് അദ്ദേഹം ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. തണുത്തുറഞ്ഞ ഒരു സ്ഥലത്ത് നിൻ്റെ സപ്പോർട്ട് പോലും ഇല്ലാതെ ഞാൻ എങ്ങനെ അതിജീവിക്കാൻ പറ്റുമെന്നോർത്ത് അദ്ദേഹം ഇപ്പോൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു അദ്ദേഹം രാത്രി സമയത്ത് നിങ്ങളെപ്പറ്റി ഓർത്തത്. അപ്പോൾ റീഡിങ് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.